സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മള് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാരും അരിപ്പൊടിയും കൊണ്ടാണ് പിടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് റവ വെച്ചിട്ട് പിടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അമ്മയാ ഉണ്ടാക്കുന്നേ. അപ്പൊ നമുക്ക് അമ്മേന്റെ അടുത്ത് ചോദിക്കിയത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളെല്ലാം അമ്മ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ സാധനമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. അമ്മ എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? റവ, വറുത്ത റവ, തേങ്ങ, അയ്യോ പതുക്കെ എനിക്ക് പിന്നെ ചുമന്നുള്ളി. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ചുമന്നുള്ളി വെളുത്തുള്ളി ഒക്കെ ഇച്ചിരി ചേരുവാണെങ്കിൽ അതിന് ഇച്ചിരി ടേസ്റ്റ് കിട്ടും. ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, കരിയാപ്പില, ഇത്രയും സാധനം. പിന്നെ ഉപ്പ്. ഇത്രയും സാധനമാണ് അതിന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടത്. ചിക്കൻ അത് കറി വെക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ നമുക്ക് പിടിക്ക് വേണ്ട സാധനങ്ങള്. ഇതെനിക്ക് ചേട്ടൻ മേടിച്ചു തന്ന പുതിയ റിംഗ് ലൈറ്റ് ആണ്. രസമില്ലേ? പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഇവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ സുന്ദരിക്കുട്ടി? ഹെൽപ്പ് ചെയ്യാൻ വന്നാണോടി? ഇതാണ് പോപ്പിച്ചൻ. ഹെൽപ്പ് ചെയ്യാൻ വന്നാണോ? തുടങ്ങാം. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് അരയ്ക്കാനല്ലേ? ഓക്കെ, അരച്ചെടുക്കണം. അതിന് ഉള്ളി, വെളുത്തുള്ളി, ജീരകം. ഇത് ജീരകം പെരുംജീരക അല്ല, ചെറിയ ജീരകം. ഓക്കെ, ചെറിയ ജീരകം. പിന്നെ കരിയാപ്പില ഇടുവോ? ഓക്കെ, സോറി, കരിയാപ്പില നമ്മൾ അരക്കില്ല കേട്ടോ. ഇപ്പൊ ഇത്ര സാധനം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ പിടിക്കുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഇത് തിളക്കില്ലേ, അപ്പൊ എടുക്കാലോ. പിന്നെ ഇത് നല്ല ഒതുക്കി എടുത്തു അല്ലേ? ഇനി അതിലേക്ക് തേങ്ങ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതും കൂടെ അരയ്ക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനി ആ തിളച്ച വെള്ളത്തിലേക്ക് ഇടണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള കരിയാപ്പില അതിലേക്ക് ഇടാം. നന്നായിട്ട് തിളച്ചല്ലോ. ഇളക്കണോ? ഇപ്പൊ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തവി എടുക്കാം. ഇതിലേതാ തവി എടുക്കുക? ഉണ്ടത്തവി. ഇതാണ് ഉണ്ടത്തവി. അയ്യോ, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടെ ഇടണം. ഉപ്പിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും കാണില്ല കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ ഉപ്പിടണം. ഓക്കെ, ഇത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഗൈസ്. ഇതിനി കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ആക്കിയെടുക്കണം. കുഴയ്ക്കണം. ഇത് കുഴയ്ക്കണം. ആദ്യം കുഴച്ച് നമ്മൾ ചപ്പാത്തീൻ്റെ ഒക്കെ ഒരു പരുവത്തിലാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇത് കുറച്ച് പാടുള്ള പണിയാണ്. നമ്മൾ തിളപ്പിച്ച ആ വെള്ളം ഇല്ലേ, അത് തന്നെയാണ് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം അതിൽ ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, തേങ്ങയും കരിയാപ്പിലൊക്കെ. ഓക്കെ, അങ്ങനെ കുഴയ്ക്കാൻ ചൂടല്ലേ? ഓക്കെ, സ്പൂണുണ്ട്. സ്പൂൺ വെച്ചിട്ട് കുഴയ്ക്കാം. അമ്മ ഇത് എവിടെ നിന്നാ പഠിച്ചത് ഈ സാധനം ഉണ്ടാക്കാൻ? പറ. തന്നെ പഠിച്ചോ? ഈ റെസിപ്പി അമ്മയാണോ കണ്ടുപിടിച്ചേ? അപ്പൊ വേറുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാ? എല്ലാരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന. അപ്പൊ അമ്മയാണോ ഇത് ആദ്യം സ്പ്രെഡ് ചെയ്തത്? ഓക്കെ, അമ്മ തന്നെ കണ്ടുപിടിച്ചത്. തേങ്ങ അരച്ച് ചേർത്ത് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് ഉള്ള വെള്ളത്തിൽ ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം ഒരു പിടി കണ്ടുപിടിച്ച ആളാണ് ഈ നിൽക്കുന്നത് ഗായ്സ്. പിടി എന്ന് പറഞ്ഞാല് അതിൽ ചിക്കൻ കറി വേണം, എന്നാലേ ഒരു ഗുമ്മുള്ളൂ.
തേങ്ങ വറുത്തരച്ച് വെക്കുന്നത്. വറുത്തരച്ചാണോ വെക്കുന്നേ? അറിയാമോ? അയ്യോ ദേഷ്യം വന്നു. ഓ ഇത് ഭയങ്കര പാടുള്ള പണിയാണ്. ഇതിനി അമ്മ കൈ കൊണ്ട് അതിസാഹസികമായിട്ട് ഇളക്കും. ഇല്ലേ? ചൂടാ കൈ കൊള്ളും. സാഹസികം ഇച്ചിരി കഴിഞ്ഞിട്ടുള്ളൂ, ഇച്ചിരി ചൂടാറിയിട്ട്. ഇത് കുറച്ച് പാടാണ്. ചൂടുണ്ടോ? ചൂടുണ്ട്. കുറച്ച് ചൂടോട് കൂടി കുഴച്ചെങ്കിൽ ഇത് കറക്റ്റായിട്ടാവുള്ളൂ. ഇനി ഈ ഒരു സാധനത്തിന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം. അത് കാണിച്ചു തരാം. അത് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ടൈം എടുക്കും, നമ്മൾ മടുക്കും. അപ്പോൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പം നമുക്ക് അവിടെ പോയിരിക്കാം. കം ലെറ്റ്സ് ഗോ. ഇതുപോലെ കൊച്ചു കൊച്ചു ബോൾസ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചിതാ ഇതുപോലെ മാറ്റി വെക്കണം. അതെന്തിനാ മാറ്റി വെക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് കലക്കി ഒഴിക്കാനുള്ള അതിനകത്ത്. ഇത് നമ്മൾ ആ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇടണം. ആ വെള്ളത്തിലിട്ടാണ് നമ്മൾ ഈ കൊച്ചു കൊച്ചു ബോൾസ് വേവിച്ചെടുക്കണം. അങ്ങനെയല്ല കുഞ്ഞെ, ഇത് ലാസ്റ്റ് വെന്ത് കഴിയുമ്പം കലക്കി ഒഴിക്കാനുള്ള. ഓ സോറി. ഇനി ഈ വെന്ത് കിടക്കുന്ന വെള്ളത്തിലേക്ക് ഈ വെള്ളം തേങ്ങയും എല്ലാം കൂടി ചേർന്ന് നല്ലതായിട്ട് വെന്ത് കിടക്കുക. നമുക്കത് ബോൾസ് ഇട്ട് കൊടുക്കാം. അയ്യോ എന്തായാലും കുറവുണ്ടോ? ഒന്നും കുറവില്ല. പിന്നെ ഇത് ഈ വെള്ളം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇത് ചുമ്മാ വെള്ളമായിട്ടല്ല കിടക്കുന്നേ. ഈ വെള്ളത്തിന് കൊഴുപ്പ് വരാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇരിക്കുന്ന മാവ് കലക്കി ഒഴിക്കുന്നത്. ഇതെന്നായിട്ടും കിടന്ന് വേകട്ടെ. അതിന്റെ ഇടയ്ക്ക് അമ്മ ചിക്കൻ കറിയും വെച്ചു. ഗൈസ്, ഗുഡ് ഗേൾ. ചിരിക്കണ്ട. ഓ നമ്മുടെ പിടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇട്ടോ? ഇത് നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ കുറച്ച് റവ, അത് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. കലക്കി വയ്ക്കണം, കാരണം നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി. നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഇപ്പൊ നല്ലൊരു തിക്നെസ് ആയിട്ടുണ്ട്. നമുക്കിത് ഉപ്പുണ്ടോ നോക്കാം. ഞാൻ നോക്കാം ഉപ്പുണ്ടോ. ഉപ്പുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ട് നമുക്ക് കഴിക്കാം. ഒന്നും മിണ്ടൂല. കഴിക്കാം. റെഡി ആയിട്ടാ എടുക്കാം. ഓക്കെ, നമുക്ക് നല്ല ചൂട് പിടിയും നമ്മുടെ സൂപ്പർ ചിക്കൻ കറി. ചാറൊഴിച്ച് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. അമ്മ ആദ്യം ടേസ്റ്റ്. പൊള്ളല്ലേ? അങ്ങനെയുണ്ട്. സൂപ്പറാണ്, അടിപൊളി. തന്നെ ഉണ്ടാക്കിയോണ്ട് അങ്ങനെയല്ലേ പറയണത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, അന്നേരം അറിയാലോ നല്ലതാണോ. അതെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താ അരിപ്പൊടിയല്ല വെച്ചുണ്ടാക്കല്ലേ? അരിപ്പൊടി വെച്ചൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.
അഭിപ്രായം പറഞ്ഞു. എന്തിൻ്റെ? ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പം ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ഇടണം. ഓക്കെ.